ഭൂതം കെട്ടിയ ഡാം, അതാണ് ഭൂതത്താൻകെട്ട്. ഇതാണ് നമ്മുടെ എല്ലാമായ ഭൂതത്താൻകെട്ട് ഡാം. എറണാകുളം ജില്ലയിലെ പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് നടുവിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഈ ഭൂതത്താൻകെട്ട് ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ പേരിന് കാലങ്ങൾക്ക് മുൻപ് ഭൂതങ്ങളാണ് ഈ അണക്കെട്ട് ആദ്യം നിർമ്മിച്ചതെന്ന് അവിടുത്തെ നാട്ടുകാർ ഇപ്പോഴും വിശ്വസിച്ചു വരുന്നു. ഇന്ന് നമ്മൾ ഇനി പോകുന്നത് ഭൂതത്താൻകെട്ടിൻ്റെ എക്കോ ടൂറിസം സ്പോട്ടിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഈ ഡാമിലേക്ക് പോകാൻ 50 രൂപയുടെ പാസ് എടുത്ത് ഇവിടെ നിന്ന് നമ്മൾ യാത്ര തുടങ്ങിയാണ്. ഇനിയുള്ള 1 കിലോമീറ്റർ ട്രക്കിങ്ങിൽ നമുക്ക് ഒട്ടനവധി വന്യമൃഗങ്ങളും ദേവദാരു പോലത്തെ വൻ വൃക്ഷങ്ങളും ഉള്ള ഒരു കൊടുവനത്തിലൂടെയാണ് നമ്മളുടെ യാത്ര. രാവിലെ 9 മണി മുതൽ 4 മണി വരെ മാത്രമാണ് ഇവിടെ പ്രവേശനമുള്ളത്. ഈ വനത്തിൻ്റെ പല ഭാഗങ്ങളിലായി 5ഓളം തകർന്ന ക്ഷേത്രങ്ങളും കുറേയേറെ മുനിയറകളും കാണാൻ സാധിക്കുമെന്നാണ് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് നമ്മളോട് പറഞ്ഞത്. പോകുന്ന വഴിയിൽ തന്നെ ഭൂതങ്ങൾ താമസിക്കുന്ന ഗുഹകളും കാണാം. നടന്ന് ക്ഷീണിച്ചാൽ അല്പനേരം ഒന്ന് ഉല്ലസിച്ച് ആടാനായി ഒരു ഊഞ്ഞാലും അവർ ഒരുക്കിയിട്ടുണ്ട്. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലുള്ള വലിയ മരങ്ങളും ചെടികളും പഴങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ പെരിയാറിൻ്റെ മൊത്തം നടുവിലായിട്ടാണ് നിൽക്കുന്നത്. ഇതാണ് ഭൂതത്താന്മാർ കെട്ടിയെന്ന് വിശ്വസിക്കുന്ന കല്ലുകൾ കൊണ്ടുള്ള അണക്കെട്ട്. ഇതിൻ്റെ പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ച് നിങ്ങൾക്കറിയണ്ടേ? ഇവിടെ അടുത്തുള്ള തൃക്കാരിയൂർ ക്ഷേത്രത്തിലെ ഭൂതങ്ങൾ വെള്ളത്തിൽ മുക്കി നശിപ്പിക്കാൻ അവർ പദ്ധതിയിട്ടു. അതിനുവേണ്ടി അവർ പെരിയാറിൻ്റെ കുറുകെ കുറേ പാറകൾ കെട്ടി ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ തുടങ്ങി. എന്നാൽ ഇതറിഞ്ഞ ശിവൻ നേരം വെളുത്തു എന്ന പ്രതീതി ഉണ്ടാക്കാൻ കോഴിയുടെ ശബ്ദം പുറപ്പെടുവിക്കുകയും നേരം വെളുത്തു എന്ന് കരുതി ഭൂതങ്ങൾ പണി പാതി വഴിയെ ഒഴിവാക്കി ഓടി ഒളിച്ചു എന്നുമാണ് ഐതിഹ്യം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അടുത്താണ്. ഇതാണ് ഭൂതത്താൻകെട്ട് ഡാം. ബാക്കിൽ കാണാം. നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടല്ലേ ഉള്ളൂ ഭൂതത്താൻകെട്ട് അണക്കെട്ട്. ഇതാണ്. ഓക്കെ, ഇത് നമ്മുടെ പെരിയാറാണ്. പെരിയാറിന് കുറുകെയുള്ള പാലമാണ്. പണ്ട് ഈ വഴിക്കൊന്നും ഈ പാലമൊന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്ന ജങ്കാറ്, ഇടത് സൈഡിൽ നിന്ന് ഒരു വഴിയുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ അപ്പുറത്തേക്ക് ജങ്കാറിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ബസ് മറ്റുള്ള വാഹനങ്ങളും ആളുകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഇടത് സൈഡിൽ കാണുന്നതാണ് തട്ടേക്കാട് ശിവക്ഷേത്രം. ഇവിടുത്തെ പ്രധാന ഉത്സവം ആയില്യം തൊഴിലാണ്. ആയില്യം നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ആയില്യം തൊഴാൻ നേരത്ത് അവിടെ കാട്ടിൽ നിന്ന് പാമ്പ് വന്ന് പാല് കുടിച്ചിട്ട് പോകുന്ന ഒരു ക്ഷേത്രമാണ് നമ്മൾ ഇടത് സൈഡിൽ കാണുന്ന തട്ടേക്കാട് ശിവക്ഷേത്രം. വലത് സൈഡിൽ ഡോക്ടർ സലീം അലി പാർക്ക് പക്ഷിസങ്കേതം. വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാതെ കുരങ്ങനും മറ്റു മയിലൊക്കെ ഇരിക്കണുണ്ടോ വലത് സൈഡിൽ? കണ്ടില്ലേ? ഇനി കൂടുതൽ പക്ഷികളെ പറ്റി അറിയണമെങ്കിൽ ആ മതിലേൽ എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചോട്ടോ. ഇവിടെ വരുന്ന പക്ഷികളൊക്കെ മതിലേൽ എഴുതി വെച്ചിട്ടുണ്ട് വലത് സൈഡിൽ. ഇവിടെ വരുന്ന പക്ഷികളൊക്കെ